الشفيع الأبطعي والعبيد العربي അല്ലാഹുവേ മദീനയിലെ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെ വിശ്രമിക്കുന്ന ഈ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ലോകത്തെമ്പാടുമുള്ള ഔലിയാക്കളുടെ നേതാവായ ഔഫുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഉപ്പാപ്പമാര് ഉമ്മാമമാര് അവിടുത്തെ മശായിഖുമാര് അവിടുത്തെ മക്കളെ എല്ലാവരുടെ അവിടുത്തെ ഭാര്യമാര് എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവിടുത്തെ മുരീദുമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ പരിഹാരം നൽകണേ അല്ലാഹ് സാധുക്കളാണ് അല്ലാഹ് ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലാഹ് വിവരമില്ലാത്തവരാണ് അല്ലാഹ് ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളാണ് അല്ലാഹ് ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ് എന്ത് നീയത്താണോ ഓരോരുത്തരുടെയും ഖൽബിലുള്ളത് അറിയുന്ന യജമാനനായ അല്ലാഹ് പരിഹാരം നൽകണേ അല്ലാഹ് പരിഹാരം നൽകണേ അല്ലാഹ് പരിഹാരം നൽകണേ അല്ലാഹ് അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് ബലാ മുസീബത്തുകൾ തട്ടി ദൂരത്താക്കണേ അല്ലാഹ് മല പോലെ വരുന്നത് മഞ്ഞു പോലെയാക്കണേ അല്ലാഹ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ് ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാഹ് ഒരു ദുരന്തത്തിലും പെടുത്തല്ല അല്ലാഹ് ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് ഈ സ്ഥാപനം നീ ഏറ്റെടുക്കണേ അല്ലാഹ് ആവശ്യമായത് ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ് വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ് ഔഫുൽ ആലം തങ്ങളുടെ സഹായം ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ ഞങ്ങൾക്ക് ആവശ്യമായ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന ആളുകളെ ഞങ്ങളെ മുന്നിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ് അല്ലാഹുവേ വലിയ ഖുർആനിന്റെ കേന്ദ്രമാക്കണേ അല്ലാഹ് ഖുർആനിന്റെ പഠന കേന്ദ്രമാക്കണേ അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ഒരു വലിയ ഖുർആനിന്റെ മദീനയാക്കണേ അല്ലാഹ് ഖുർആനിന്റെ പട്ടണമാക്കണേ അല്ലാഹ് ഖുർആനിന്റെ നാടാക്കണേ അല്ലാഹ് ഖുർആനിന്റെ വലിയ കേന്ദ്രമാക്കണേ അല്ലാഹ് അതിനുള്ള സഹായം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് തുറന്നു തരണേ അല്ലാഹ് തുറന്നു തരണേ അല്ലാഹ് തുറന്നു തരണേ അല്ലാഹ് തുറന്നു തരണേ അല്ലാഹ് അടുത്ത റമദാനിന് മുമ്പ് ഞങ്ങൾക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ് തൗഫീഖ് തരണേ അല്ലാഹ് തൗഫീഖ് തരണേ അല്ലാഹ് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ് നീ ഏറ്റെടുക്കണേ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് ഖുതുബിയത്തുൽ അത്ഭുത സദസ്സാക്കി തരണേ അല്ലാഹ് രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ് വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കിട്ടാൻ കാരണമാകുന്ന സദസ്സാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ് അദബുള്ള മക്കളാക്കണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് 5 വക്ത നിസ്കാരവും ഖളാ ആവാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് സൗഭാഗ്യം തരണേ അല്ലാഹ് മനസ്സ് തരണേ അല്ലാഹ് അല്ലാഹുവേ ഈമാൻ സംരക്ഷിക്കണേ അല്ലാഹ് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജുൽ അക്ബർ ആക്കണേ
അല്ലാ. ആ നിലയിൽ ഞങ്ങൾക്ക് അവിടെ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ജംറാത്തിലും സഫയിലും മർവയിലും അതേ മത്വാഫിലുമെല്ലാം അല്ലാഹുവേ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് നീ തുണയാവണേ അല്ലാ. ഞങ്ങളെ നാടുകളിൽ നിന്ന്, ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സർവ്വ ഹജ്ജാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നീ നൽകണേ അല്ലാ. മദീനയിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നവരാക്കണേ അല്ലാ. വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ. ആവശ്യമായ സമ്പത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരാളെ മുന്നിലും നാണം കെടുത്തല്ല അല്ലാ, ഐബാക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങൾ തരല്ല അല്ലാ, ക്യാൻസർ തരല്ല അല്ലാ, ട്യൂമർ തരല്ല അല്ലാ, ന്യൂമോണിയ തരല്ലേ അല്ലാ, പ്രഷർ തരല്ലേ അല്ലാ, ഷുഗർ തരല്ലേ അല്ലാ. അല്ലാഹുവേ തന്ന സമ്പത്തും വീടുമല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരുന്ന ഒരു മാരകമായ രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ദീനിന് വേണ്ടി ഏറ്റവും നല്ല സമ്പത്ത് മാറ്റിവെച്ച അബ്ദുന്നാസിർ ഹാജിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. മനോഹരമായ പള്ളികൾ ഉണ്ടാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സർവ്വ കഴിവുകളും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ഭാര്യക്ക് അല്ലാഹുവേ മക്ബദേ കുടുംബത്തിലെ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, ആടുകൾ നേർച്ചയാക്കിയവർ, എന്ത് വിഷയങ്ങൾ പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, ഞങ്ങളെ കയ്യിൽ പണങ്ങൾ തന്നു ഏൽപ്പിച്ചവരുണ്ട്. അഹ്ലു ബൈത്തിന് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്. സ്വർണങ്ങൾ തന്നവരുണ്ട്. ഓരോരുത്തരുടെയും പേര് നിനക്കറിയാമല്ലോ. ആരാണ് ആട് കൊണ്ടുവന്ന് തന്നത്, ആരാണ് ആടിന്റെ പണമയച്ചത്, എന്ത് മുറാദാണ് അവരുടെ കൽബിലുള്ളത്, എന്ത് രോഗമാണ്, എന്ത് പ്രശ്നമാണ്, എന്ത് പ്രതിസന്ധിയാണ്. അല്ലാഹ് മഹാനായ ഗൗസുൽ ആലം ഖുതുബുർ റബ്ബാനി ഗൗസുസ് സമദാനി അൽ ആരിഫ് സുബ്ഹാൻ അന്നൂറു ശഖ്ശാൻ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ. പരിഹാരം നൽകണേ അല്ലാ. പരിഹാരം നൽകണേ അല്ലാ. പരിഹാരം നൽകണേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഖായിബാക്കി മടക്കല്ലേ അല്ലാ. 6666 വെച്ച് ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് തന്നവരുണ്ട്. മടക്കല്ലേ റബ്ബേ. ഖായിബാക്കല്ലേ അല്ലാ. വെറുതെയാക്കല്ലേ അല്ലാ. പരിഹാരം നൽകണേ അല്ലാ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഔലിയാക്കളുടെ മദദ് തരണേ അല്ലാ. അവരെ സ്നേഹിക്കുന്ന ഖൽബ് തരണേ അല്ലാ. മടവൂർ ശൈഖുനാന ഹുദൂരിയത്ത് നൽകണേ അല്ലാ. ഗൗസുൽ ആലം തങ്ങളെ ഹുദൂരിയത്ത് നൽകണേ അല്ലാ. സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ ഖറാർ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ജയിലുകളിൽ കുടുങ്ങിയവരെ നീ മോചിപ്പിക്കണേ അല്ലാ. കൊയ്യം മർക്കസിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞിട്ട് എത്രയോ വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി. അല്ലാഹുവേ കാമിലായ ആജിലായ ശിഫാ നീ കൊടുക്കണേ അല്ലാ. അങ്ങനെ പേര് പറഞ്ഞു ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. നൂറുകണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. പേര് പറഞ്ഞു ദുആരക്കേണ്ട ആവശ്യം നിന്റെ മുന്നിലില്ലല്ലോ അല്ലാ. ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ അല്ലാ. പല ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്. അല്ലാഹുവേ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ നിന്ന് വന്നവരുണ്ട്. അല്ലാഹുവേ കടലിൽ ജോലിക്ക് വേണ്ടി പോകുന്നവരാണ്. സകലേശ്പുരത്ത് നിന്ന് വന്നവരുണ്ട്. ഉപ്പിനങ്ങാടിയിൽ നിന്ന് വന്നവരുണ്ട്. കാസർഗോഡിന്റെ പല ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്. അല്ലാഹുവേ നാട്ടിൽ നിന്ന് പലവരും വന്നവരുണ്ട്. ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, പിഞ്ചുമക്കൾ
മക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹ് ഒരു തെറ്റ് പോലും ചെയ്യാത്ത പിഞ്ചു പൈതങ്ങളുണ്ട്. എല്ലാം നീ കാണുന്നുണ്ടല്ലോ അല്ലാഹ്, നീ അറിയുന്നുണ്ടല്ലോ അല്ലാഹ്. ഒരാളെയും നീ വെറുതെയാക്കല്ലേ റഹ്മാനേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഔസുല്ലാലം തങ്ങളെ ബറക്കത്തുകൊണ്ട് സർവ്വരുടെ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എന്ത് നീയത്ത് ചെയ്തിട്ടാണോ ഈ കുതുബിയ്യത്തിന്റെ മജ്ലിസിലേക്ക് അവർ വന്നത്, അല്ലാഹുവേ ഞങ്ങൾക്കൊരു കഴിവൊന്നുമില്ല. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ്, തെറ്റുകാരാണ് റബ്ബേ. പക്ഷേ നിന്റെ പരിശുദ്ധമായ ഈ മജ്ലിസ് മഹാന്മാരായ ഔലിയാക്കളുടെ മജ്ലിസാണ്. നിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ അദാദിന്റെ ഖുർആനിന്റെ സ്വലാത്തിന്റെ അസ്മാഉൽ ഹുസ്നയുടെ അഹ്ലു ബൈത്തിന് 150ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന മഹാസ്ഥാപനത്തിന് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അല്ലാഹുവേ ഈ കാലം നമുക്ക് നൽകിയ ഏറ്റവും വലിയ പവിത്രമായ ദീനിന്റെ വലിയ വലിയ കാവൽപടനായി നമുക്ക് നീ സമ്മാനിച്ച മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ആരുടെ മുന്നിലും ആർജവത്തോടെ, ഇസ്സത്തോടെ, അന്തസ്സോടെ നമുക്ക് പറയാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി ശബ്ദിക്കാനും ഒരു നേതാവുണ്ടെന്ന വലിയ ഇസ്സത്തിലാണ് നമ്മള്. ആ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ രോഗാതുരമായ സമയത്ത് പോലും ഈ ക്യാമ്പസിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തന്ന് ഞങ്ങളെ സ്ഥാപനത്തിന്റെ കുറ്റിയടിച്ചു തന്ന് ഞങ്ങളെ ശൈഖുനാ പൊന്നാര ശൈഖുനാ അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങളെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശൈഖുനാന്റെ കയ്യിൽ 8 കോടിയോളം രൂപ കൊടുത്ത സദസ്സിൽ വെച്ച് അല്ലാഹുവേ അങ്ങനെ ദീനിന്റെ എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദിക്റിലും സ്വലാത്തിലും ഏർപ്പെടുന്ന 10,000-കണക്കിന് ആളുകൾ അല്ലാഹ് സീരിയൽ വേണ്ട, സിനിമ വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവേ നല്ല സമയങ്ങൾ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്ന നല്ലവരായ മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്, വെറുതെയാക്കല്ലേ അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാവരും ഇരിക്കണം, ലൈറ്റ് ഇടണം. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് വലിയ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, വലിയ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് ഞങ്ങളെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഒരാളെയും നീ വെറുതെയാക്കല്ലേ റഹ്മാനേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാ മുറാദുകളും നീ ഹസുലാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ മജ്ജയിലോ ഞങ്ങളെ മാംസത്തിലോ ഞങ്ങളെ രക്തത്തിലോ ഞങ്ങളെ കരളിലോ ഞങ്ങളെ കിഡ്നിയിലോ ഞങ്ങളെ ശരീരത്തിന്റെ രോമകൂപങ്ങളിലോ ഞങ്ങളെ രക്തധമനികളിലോ എന്തെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ മായിച്ചു കളയണേ അല്ലാഹ്, നീ മായിച്ചു കളയണേ അല്ലാഹ്, നീ മായിച്ചു കളയണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ പുതിയ അധ്യയന വർഷം ഇൻഷാ അല്ലാഹ് തുടങ്ങാനിരിക്കുകയാണ്. കുറഞ്ഞ കുട്ടികൾക്ക് കൂടി നമ്മൾ ഇപ്രാവശ്യം അഡ്മിഷൻ കൊടുക്കുകയാണ്. വരുന്ന വർഷം നമുക്ക് പുതിയ ബിൽഡിംഗിൽ